പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഞ്ചസാരയുടെ തുടർച്ചയായിട്ടുള്ള ഉപയോഗം പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും എന്നതുകൊണ്ട് ഇന്ന് പലരും പഞ്ചസാര ഉപേക്ഷിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഉപേക്ഷിക്കുന്നവർ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സാറേ, മധുരത്തിന് വേണ്ടി ഷുഗറിന് പകരം അല്ലെ പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ബ്രൗൺ ഷുഗർ ഉപയോഗിക്കാമോ എന്ന്. ആ ബ്രൗൺ ഷുഗർ എന്ന വാക്ക് പലരും കേട്ടിട്ടുണ്ട്, പക്ഷേ പലർക്കും അത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ ബ്രൗൺ ഷുഗറും വൈറ്റ് ഷുഗറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്? ബ്രൗൺ ഷുഗർ നമ്മുടെ സാധാരണ പഞ്ചസാരയേക്കാൾ കൂടുതൽ മെച്ചമുള്ളതാണോ? അത് ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ആദ്യം തന്നെ ഈ ബ്രൗൺ ഷുഗർ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ബ്രൗൺ ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മിക്സ്ചറാണ്. അതായത് നമ്മുടെ സാധാരണ വൈറ്റ് ഷുഗറും അതിൻ്റെ കൂടെ കുറച്ച് മൊളാസസും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒന്നാണ് ഈ ബ്രൗൺ ഷുഗർ. ബ്രൗൺ ഷുഗറും വൈറ്റ് ഷുഗറും തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്രൗൺ ഷുഗർ ഉപയോഗിക്കണോ അതോ വൈറ്റ് ഷുഗർ ഉപയോഗിക്കണോ എന്നതിനെപ്പറ്റി ഒരു തീരുമാനം എടുക്കുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും സാധിക്കും. ഇത് തമ്മിലുള്ള പല വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, ഇത് മാനുഫാക്ചർ ചെയ്യുന്ന വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കളറ് വ്യത്യാസമുണ്ട്, ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഇത് ഏതൊക്കെ സാധനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്, അതായത് ബേക്കിംഗ് യൂസ്, അതിലും വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കെടുത്ത് ഒന്ന് ചർച്ച ചെയ്യാം. ഏറ്റവും ആദ്യമായിട്ട് ഇത് നമുക്ക് എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഷുഗർ കെയിനാണ് നമ്മൾ പഞ്ചസാര സാധാരണ ഉപയോഗിക്കുന്നത്. അത് ഫാക്ടറിയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഷുഗർ കെയിൻ പഞ്ചസാരയാക്കി മാറ്റുന്ന പ്രോസസ്സിൽ ആദ്യം ഉണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റാണ് മൊളാസസ്. അപ്പോൾ ഈ മൊളാസസ് പിന്നെയും പ്രോസസ്സ് ചെയ്ത് അതിനകത്തുള്ള ക്രിസ്റ്റൽ, അതായത് മധുരം തരുന്ന സുക്രോസിനെ വേർതിരിച്ചെടുത്ത് ആണ് നമുക്ക് പഞ്ചസാര ഉണ്ടാക്കുന്നത്. ബ്രൗൺ ഷുഗർ ഉണ്ടാക്കുന്നതാകട്ടെ ഈ വെളുത്ത പഞ്ചസാര അല്ലെ വൈറ്റ് ഷുഗറിനകത്തോട്ട് കുറച്ച് മൊളാസസ് കൂടി ആഡ് ചെയ്യുന്ന പ്രക്രിയയുണ്ട്. അത് മാത്രമാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഇതിൻ്റെ കളറ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒന്ന് ബ്രൗൺ കളറാണ്, മറ്റേത് വൈറ്റ് കളറാണ്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് തമ്മിലും വളരെ വ്യത്യാസമുണ്ട്. പഞ്ചസാരയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് മധുരമുള്ള ടേസ്റ്റാണ്. മറ്റേതിൻ്റെ ടേസ്റ്റ് അത് ഉപയോഗിക്കുന്നവർക്കറിയാം ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്ന്. ബ്രൗൺ ഷുഗറിനകത്ത് കൂടുതൽ പോഷകങ്ങളുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചു. അതിനകത്ത് കാൽസ്യം കൂടുതലുണ്ട്, അയൺ കൂടുതലുണ്ട്, പൊട്ടാസ്യം കൂടുതലുണ്ട്. പക്ഷേ ആ കൂടുതലുണ്ട് എന്ന് വാക്ക് പ്രയോഗിക്കുന്നുണ്ടെങ്കിലും വളരെ മിനിമം ആയിട്ടുള്ള കൂടുതൽ മാത്രമേ ഉള്ളൂ. അതായത് ഈ ബ്രൗൺ ഷുഗർ ഈ പോഷകങ്ങളുടെ സമൃദ്ധമായ ഒരു ആഹാരമാണ് എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റുകയില്ല. അതെന്ന് വെച്ചാൽ വളരെ ചെറിയ എമൗണ്ടിൽ മാത്രമേ അത് കൂടുതലായിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ കാലറിയിൽ തമ്മിലുള്ള വ്യത്യാസമാണ്. ഈ ബ്രൗൺ ഷുഗറിൻ്റെ കാലറി 1 ടീസ്പൂൺ ഓഫ് ബ്രൗൺ ഷുഗർ, അതായത് 4 ഗ്രാം ബ്രൗൺ ഷുഗറിനകത്ത് 15 കാലറി ഊർജ്ജമുണ്ട് എങ്കിൽ അതേ സമയത്ത് അതേ എമൗണ്ടിലുള്ള വൈറ്റ് ഷുഗറിനകത്ത് 16.3 കാലറി ഊർജ്ജമുണ്ട്. അതായത് ഈ ബ്രൗൺ ഷുഗറിനകത്ത് ഇച്ചിരി കാലറി കുറവാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. അതായത് ബ്രൗൺ ഷുഗറിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് 70 ആണെങ്കിൽ നമ്മുടെ സാധാരണ പഞ്ചസാരയുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് 65 ഉള്ളൂ. അപ്പോൾ ബ്രൗൺ ഷുഗർ ഒരു ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയ ഒരു മധുരമാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ന്യൂട്രീഷണലായിട്ട് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഉപയോഗത്തിലും ചില മാറ്റങ്ങളുണ്ട്. അതായത് ഈ ബ്രൗൺ ഷുഗറിനകത്ത് അതിൻ്റെ പ്രത്യേക കളറ്, അതുപോലെ തന്നെ അതിനകത്ത് വാട്ടർ കണ്ടൻറ്റ് കൂടുതലുണ്ട്. അതുകൊണ്ട് അത് ചില ബേക്കറി പലഹാരങ്ങൾ ഉണ്ടാക്കുവാൻ വളരെ യോജിച്ചതാണ്. അതായത് നമ്മുടെ സാധാരണ കേക്ക്, ഫ്രൂട്ട്സ് കേക്ക്, ചോക്ലേറ്റ് ഇവയൊക്കെ ഉണ്ടാക്കുന്നതിന് ഈ ബ്രൗൺ ഷുഗറാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇതൊക്കെയാണ് ബ്രൗൺ ഷുഗറും വൈറ്റ് ഷുഗറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അപ്പോൾ ഇതിൽ ഏത് ഉപയോഗിക്കണം എന്നുള്ളത് പ്രധാനമായിട്ടും ഓരോരുത്തരുടെയും പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ചിരിക്കും. അതായത് അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഏതാണ്ട് ഒരുപോലെയാണ്. പിന്നെ അതിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ കളറും മാത്രമേ ഉള്ളൂ പ്രധാനമായിട്ടും വ്യത്യാസമുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ബ്രൗൺ ഷുഗർ ഉപയോഗിക്കാം, അതിൻ്റെ ടേസ്റ്റാണ് നല്ലതെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേത് ഉപയോഗിക്കാം. ഇത് രണ്ടും ഏറെക്കുറെ ഒരുപോലെ ആരോഗ്യപരമായി നോക്കുകയാണെങ്കിൽ രണ്ടും ഏറെക്കുറെ ഒരുപോലെയാണ്. ആരോഗ്യപരമായി നോക്കുകയാണെങ്കിൽ ഏതാണ്ട് രണ്ടും ഒരുപോലെ തന്നെയാണ്. പിന്നെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ബ്രൗൺ ഷുഗറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിലും നമുക്ക് ആവശ്യമുള്ള കാലറിയുടെ 5 മുതൽ 10% വരെ ആകാവുള്ളൂ. കൂടുതൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ രക്തത്തിലെ പഞ്ചസാര ഉയർന്നു കഴിയുമ്പോൾ അത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. അതായത് നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടാകാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒബീസിറ്റി ഉണ്ടാകാം,
അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്കി ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കാം. അപ്പോൾ ഈ ബ്രൗൺ ഷുഗറും അതുപോലെ തന്നെ വൈറ്റ് ഷുഗറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്, അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമുക്ക് ബ്രൗൺ ഷുഗറിന് എന്തെങ്കിലും ആയിട്ട് മെച്ചമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ ഉപകാരപ്രദമായ ഈ കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനം കിട്ടാൻ വേണ്ടി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.